ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാത്രി 8 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ രാവിലെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. പാകിസ്ഥാനെതിരെയുള്ള പ്രത്യാക്രമണത്തിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങൾ ഉൾപ്പെടെ മികവ് പുലർത്തിയതായി സൈന്യം. രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാന ക്ഷമതയുടെ തെളിവാണിതെന്നും സൈനിക വൃത്തങ്ങൾ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 14 വർഷത്തെ ടെസ്റ്റ് ക്രിക്കറ്റ് കരിയറിന് വിരാമമിട്ട് ഇന്ത്യൻ ബാറ്റിംഗ് വിസ്മയം വിരാട് കോഹ്ലി. കാസർകോട് ദേശീയപാതയിൽ മണ്ണിടിച്ചിലിൽ ഒരു തൊഴിലാളി മരിച്ച സംഭവത്തിൽ അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകി മന്ത്രി എ കെ ശശീന്ദ്രൻ. സ്കൂളുകൾ അനധികൃതമായി പ്ലസ് 1 പ്രവേശനം നടത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാത്രി 8 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത്. അതിർത്തിയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇന്ന് രാവിലെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാൻ, കര, വ്യോമ, നാവികസേനാ മേധാവിമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രിയുടെ വസതിയിലായിരുന്നു യോഗം. അതേസമയം അതിർത്തിയിലെ വെടിനിർത്തൽ ധാരണ സംബന്ധിച്ച് ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ ഡിജിഎംഒമാർ ചർച്ച നടത്തും. പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന ആയുധ സംവിധാനം ഉൾപ്പെടെ മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചതെന്ന് എയർ ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ എയർ മാർഷൽ എ കെ ഭാർത്തി. ന്യൂഡൽഹിയിൽ നടന്ന സംയുക്ത സൈനിക വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങൾ മികവ് പുലർത്തി. തദ്ദേശ വ്യോമ പ്രതിരോധ സംവിധാനമായ ആകാശിന്റെ പ്രകടനം അത്യുജ്വലമായിരുന്നു. പാകിസ്ഥാന്റെ ചൈനീസ് നിർമ്മിത മിസൈലായ PL-15 തകർക്കുകയും നൂർഖാൻ വ്യോമതാവളവും റഹീംയാർ ഖാൻ വ്യോമതാവളവും ആക്രമിക്കുകയും ചെയ്തു. മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ സഹായത്തോടെ പാകിസ്ഥാനിൽ നിന്നുള്ള ലോങ് റേഞ്ച് റോക്കറ്റുകൾ, ഡ്രോണുകൾ എന്നിവ തകർത്തതായും അദ്ദേഹം വ്യക്തമാക്കി. As you all are well aware, robust AD system comprises of a large variety of multi-layered AD sensors and weapon systems, from point defense weapons like the low-level air defense guns and short-range to area defense weapons like the air defense fighters and longer-range surface-to-air missiles within our inventory. The numerous waves of drones and unmanned combat aerial vehicles employed by Pakistan were also thwarted by the indigenously developed soft and hard kill counter-US systems. Another highlight has been the stellar performance of the indigenous air defense weapon system like the Akash system. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ശക്തിയും ക്ഷമതയും മികച്ചതാണ് എന്നതിന്റെ തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ഡിജിഎംഒ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖൈ പറഞ്ഞു. ഈ പോരാട്ടത്തിൽ അതിർത്തി രക്ഷാസേന വഹിച്ച പങ്ക് വളരെ നിർണായകമായിരുന്നെന്നും ഇന്ത്യയുടെ സംയുക്ത സേനകളുടെ കരുത്താണ് ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രകടമായതെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിന്റെയും വിവിധ വകുപ്പുകളുടെയും ഏജൻസികളുടെയും രാജ്യത്തെ 140 കോടി ജനങ്ങളുടെയും പിന്തുണയോടെയാണ് ഇന്ത്യൻ സായുധസേന പാകിസ്ഥാന്റെ ആക്രമണത്തെ പ്രതിരോധിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. I would like to highlight again that in every single domain that Operation Sindoor has been prosecuted, there has been absolute synergy between the three services. Not only have we, in this endeavor, been fully supported by our government, departments and agencies, I cannot here not mention our 140 crore countrymen that have stood behind us with their prayers and goodwill, urging and inspiring us to achieve our mission and objectives. For that, we salute you. You are indeed the best. ഏത് തരത്തിലുള്ള ഭീഷണിയും തിരിച്ചറിയാനും ശക്തമായി പ്രതിരോധിക്കാനും ഇന്ത്യൻ നാവികസേന സജ്ജമാണെന്ന് നേവൽ ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ വൈസ് അഡ്മിറൽ AN പ്രമോദ് അറിയിച്ചു. ഉയർന്ന നിലവാരമുള്ള റഡാർ സംവിധാനം ഉപയോഗിച്ചാണ് ഇന്ത്യൻ നാവികസേന നിരീക്ഷണം നടത്തിയതെന്നും പാകിസ്ഥാനിൽ നിന്ന് വ്യോമമാർഗമുണ്ടായ ഭീഷണികൾ തിരിച്ചറിയാൻ ഇതിലൂടെ സാധിച്ചതായും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. कोई भी संदिग्ध और दुश्मन के हवाई जहाज को कैरल बैटल ग्रुप के कई 100 किलोमीटर पास आने का मौका नहीं दिया. Over the past few years and most importantly, immediately after the cowardly incident by Pakistani sponsored terrorist attack at Pahalgam,
we had validated our anti-missile and anti-aircraft defense capability in a complex threat environment using cross-platform cooperative mechanism. Our powerful carrier battle group with formidable offensive capability was able to operate with impunity and maintained an uncontested presence in the area of operations. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ നിലവിൽ വന്നതിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തുടനീളം താൽക്കാലികമായി അടച്ചിട്ടിരുന്ന 32 വിമാനത്താവളങ്ങൾ തുറന്നു. അതിർത്തി പ്രദേശങ്ങളിൽ ആക്രമണം ശക്തമായതിനെ തുടർന്നാണ് വിമാനത്താവളങ്ങൾ അടച്ചത്. യാത്രാ വിമാനങ്ങളുടെ സർവീസ് ഉൾപ്പെടെ റദ്ദാക്കിയിരുന്നു. ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിലായതായി വിമാനത്താവള അധികൃതർ അറിയിച്ചു. എന്നാൽ സുരക്ഷാ നടപടികൾ ശക്തമായി തുടരും. ചില വിമാനങ്ങളുടെ സമയക്രമങ്ങളെ ഇത് ബാധിച്ചേക്കാമെന്നും DIAL പ്രസ്താവനയിൽ പറഞ്ഞു. കൃത്യമായ വിവരങ്ങൾക്ക് ഔദ്യോഗിക അറിയിപ്പുകളെ മാത്രം ആശ്രയിക്കാനും നിർദ്ദേശിച്ചു. തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ 3 കിലോമീറ്റർ ചുറ്റളവിൽ ഉൾപ്പെടെ തലസ്ഥാനത്തെ വിവിധ മേഖലകളിൽ ഡ്രോൺ പറത്തുന്നതിന് വിലക്ക്. രാജ്ഭവൻ, നിയമസഭ, മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പ്രതിപക്ഷ നേതാവിന്റെയും വസതികൾ, വിഴിഞ്ഞം തുറമുഖം, VSSC, ISRO, പാങ്ങോട് സൈനിക ക്യാമ്പ്, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് തുടങ്ങിയവയാണ് ഡ്രോൺ നിരോധിത മേഖലകൾ. ഇവിടങ്ങളിൽ 2 കിലോമീറ്റർ ചുറ്റളവിൽ അനുമതിയില്ലാതെ ഡ്രോൺ പറത്തുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ജമ്മുകശ്മീരിലും മറ്റ് അതിർത്തി പ്രദേശങ്ങളിലും കഴിഞ്ഞ രാത്രി സ്ഥിതിഗതികൾ സമാധാനപരമായിരുന്നുവെന്ന് ഇന്ത്യൻ സൈന്യം. അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പാകിസ്ഥാൻ സൈന്യം അടുത്തിടെ വാർത്താസമ്മേളനത്തിൽ ഉന്നയിച്ച അവകാശവാദങ്ങൾ നിരാകരിച്ച് കേന്ദ്ര സർക്കാർ. ഇന്ത്യയുടെ വ്യോമതാവളങ്ങൾ പാകിസ്ഥാൻ നശിപ്പിച്ചതായി ഇന്ത്യൻ വാർത്താ ചാനലുകൾ തന്നെ പ്രക്ഷേപണം ചെയ്തു എന്നായിരുന്നു ആരോപണം. വ്യാജ ദൃശ്യങ്ങൾ തെളിവായി ഹാജരാക്കി പാകിസ്ഥാൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് PIBയുടെ ഫാക്ട് ചെക്ക് വിഭാഗം സ്ഥിരീകരിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓപ്പറേറ്റീവ്സ് പ്രവർത്തിക്കുന്നതായി സംയുക്ത സൈനിക മേധാവിയുടെ ഓഫീസ് അറിയിച്ചു. ഇന്ത്യൻ പ്രതിരോധ ഉദ്യോഗസ്ഥരെന്ന വ്യാജേന 7340921702 എന്ന ഇന്ത്യൻ വാട്സ്ആപ്പ് നമ്പറിലൂടെയാണ് ഇവർ ബന്ധപ്പെടുന്നത്. മാധ്യമപ്രവർത്തകർക്കുൾപ്പെടെ എല്ലാ ജനങ്ങളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം ഉടൻ വിളിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് എംപിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി. പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ, വെടിനിർത്തൽ തുടങ്ങിയവ പാർലമെന്റ് ചർച്ച ചെയ്യണമെന്നുള്ള പ്രതിപക്ഷത്തിന്റെ അഭ്യർത്ഥന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച കത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി അറിയിച്ചു. ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിലെ നിർണായക സന്ദേശമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ ലോകത്തിന് നൽകിയിരിക്കുന്നതെന്ന് BJP വക്താവ് സംബിത് പത്ര. സൈന്യത്തിന്റെ ധീരതയാണ് ഈ ഓപ്പറേഷനിലൂടെ പ്രകടമായതെന്നും ഓരോ പൌരനും കരസേനയ്ക്ക് നന്ദി അറിയിക്കുന്നതായും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അജ്ഞാതമായ സ്ഫോടക വസ്തുക്കൾ കണ്ടാൽ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. എന്തെങ്കിലും അജ്ഞാത വസ്തുക്കൾ കണ്ടാൽ ഉടൻ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അറിയിക്കണമെന്നും NDMA നിർദ്ദേശിച്ചു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വാടക വീടുകളിൽ താമസിക്കുന്നവർക്കുള്ള മാസവാടക തുക അടിയന്തരമായി ലഭ്യമാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ദുരന്ത ബാധിതർക്കുള്ള ടൌൺഷിപ്പ് നിർമ്മാണ പ്രവർത്തന പുരോഗതി വിലയിരുത്തുന്നതിന് മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശം. ടൌൺഷിപ്പ് നിർമ്മാണത്തിന് ഭരണ, സാങ്കേതിക, സാമ്പത്തിക അനുമതികൾ നൽകുന്നതിന് സമയക്രമവും നിശ്ചയിച്ചു. മന്ത്രിമാരായ കെ രാജൻ, KN ബാലഗോപാൽ, ചീഫ് സെക്രട്ടറി A ജയതിലക്, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR_News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കാസർഗോഡ് ചെറുവത്തൂർ മട്ടലായി ദേശീയപാതയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഒരു തൊഴിലാളി മരിക്കാനും 2 തൊഴിലാളികൾക്ക് പരിക്കേൽക്കാനും ഇടയായ സംഭവത്തിൽ മന്ത്രി AK ശശീന്ദ്രൻ ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടി. അന്വേഷണം നടത്തി അടിയന്തര നടപടിയെടുക്കാൻ പോലീസിനും നിർദ്ദേശം നൽകി. പരിക്കേറ്റവർക്ക് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. കൊൽക്കത്ത സ്വദേശിയായ മുംതാജ് മീർ ആണ് മണ്ണ് നീക്കം ചെയ്യുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ട് മരിച്ചത്. സ്കൂളുകൾ അനധികൃതമായി +1 പ്രവേശനം നടത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്ന സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂൺ 2-ന് കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി
സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. സർക്കാർ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പ്രവേശനം നടത്തിയാൽ സ്കൂളുകളുടെ അംഗീകാരം റദ്ദാക്കാനുള്ള അധികാരവും പൊതുവിദ്യാഭ്യാസ വകുപ്പിനുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ ബാറ്റിംഗ് വിസ്മയം വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. സമൂഹമാധ്യമത്തിലൂടെയാണ് കോഹ്ലി വിരമിക്കൽ തീരുമാനം അറിയിച്ചത്. കഴിഞ്ഞ വർഷം T20യിൽ നിന്ന് വിരമിച്ച കോഹ്ലി ഇനി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏകദിനത്തിൽ മാത്രമാണ് ഉണ്ടാവുക. 14 വർഷം നീണ്ട കരിയറിൽ ഇന്ത്യയ്ക്കായി 123 ടെസ്റ്റുകൾ കളിച്ച കോഹ്ലി 30 സെഞ്ചുറിയുടെ തിളക്കത്തോടെ 9230 റൺസ് നേടി. 7 ഇരട്ട സെഞ്ചുറിയും ഇതിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയെ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ജയങ്ങളിലേക്ക് നയിച്ച ക്യാപ്റ്റനാണ് കളം വിടുന്നത്. തീരുമാനം എളുപ്പമായിരുന്നില്ലെന്നും എന്നാൽ ഉചിതമാണെന്നും അദ്ദേഹം വിരമിക്കൽ കുറിപ്പിൽ പറഞ്ഞു. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിന്റെ ആഭിമുഖ്യത്തിൽ കോട്ടയം കുറവിലങ്ങാട് സ്ഥാപിക്കുന്ന സയൻസ് സിറ്റിയുടെ ഒന്നാം ഘട്ടമായ സയൻസ് സെന്റർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാസം 29-ന് ഉദ്ഘാടനം ചെയ്യും. 30 ഏക്കർ ഭൂമിയിലാണ് കോട്ടയത്ത് സയൻസ് സിറ്റി ഉയരുന്നത്. സയൻസ് സെന്റർ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാനുള്ള അനുബന്ധ പ്രവൃത്തികൾ പൂർത്തീകരിച്ചു വരുന്നതായി ആർ ബിന്ദു പറഞ്ഞു. കുടുംബശ്രീ 12ാമത് ദേശീയ സരസ് മേള നാളെ കോഴിക്കോട് സമാപിക്കും. 250ഓളം വിപണന സ്റ്റാളുകളും 46ലധികം രുചി വൈവിധ്യം വിളമ്പുന്ന ഫുഡ് കോർട്ടുകളുമാണ് സരസ് മേളയിൽ ഒരുക്കിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് കോഴിക്കോട് ബീച്ചിൽ സംഘടിപ്പിച്ച എന്റെ കേരളം പ്രദർശന വിപണന മേള ഇന്ന് സമാപിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. മേളകൾ 10 ദിവസം പിന്നിട്ടപ്പോൾ നൂറുകണക്കിന് ആളുകളാണ് സമീപ ജില്ലകളിൽ നിന്നുൾപ്പെടെ കുടുംബസമേതം പ്രദർശന നഗരിയിൽ എത്തുന്നത്. ദേശീയ സരസ് മേളയോടനുബന്ധിച്ചുള്ള ഫുഡ് കോർട്ട് രാത്രി 12 വരെ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള രുചിക്കൂടുകൾ ആസ്വദിക്കാൻ ആളുകൾ ഒഴുകിയെത്തുന്നുണ്ട്. സരസ് മേളയിലെ വിപണന സ്റ്റാളുകളിൽ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. എന്റെ കേരളം മേളയിലെ സപ്ലൈകോ, കൈത്തറി, ഖാദി, വനം വകുപ്പ്, മിൽമ, കൺസ്യൂമർ ഫെഡ് തുടങ്ങിയ സ്റ്റാളുകളിൽ നിന്നും വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാൻ അവസരമുണ്ട്. വേനൽ അവധിക്കാലം ആഘോഷമാക്കാൻ കുടുംബസമേതമാണ് ആളുകൾ മേളയിലെത്തുന്നത്. വ്യത്യസ്ത കഴിവുകൾ പ്രദർശിപ്പിക്കുന്ന ക്രിയേറ്റിവിറ്റി കോർണർ, കാലിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള സെമിനാറുകൾ, കലാപരിപാടികൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. നന്ദൻകോട് കൂട്ടക്കൊലക്കേസിലെ പ്രതി കേഡൽ ജിൻസൺ രാജ കുറ്റക്കാരനെന്ന് കോടതി. തിരുവനന്തപുരം 6ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതിയെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. പ്രതിയുടെ ശിക്ഷ കോടതി നാളെ വിധിക്കും. കേസിലെ ഏക പ്രതിയായ കേഡൽ ജിൻസൺ രാജയ്ക്കെതിരെ 92 സാക്ഷികളുടെ വിസ്താരം നേരത്തെ പൂർത്തിയായിരുന്നു. 2017 ഏപ്രിലിലായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. കേഡലിന്റെ മാതാപിതാക്കളായ ജീൻ പത്മ, രാജ തങ്കം, സഹോദരി കരോലിൻ, ബന്ധു ലളിത എന്നിവരാണ് കൊല്ലപ്പെട്ടത്. മുതിർന്ന പത്രപ്രവർത്തകനും ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് ദേശീയ പ്രസിഡന്റുമായ ഡോക്ടർ കെ വിക്രം റാവു അന്തരിച്ചു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ലക്നൌവിലായിരുന്നു അന്ത്യം. 83 വയസ്സായിരുന്നു. കോന്നി ഡിവിഷനിലെ നടുവത്തുമുഴി റേഞ്ചിൽ കാട്ടാന ചെരിഞ്ഞ സംഭവത്തിൽ വനം വിജിലൻസ് വിഭാഗം വിശദമായ അന്വേഷണം നടത്തുമെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു. നേരത്തെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ രൂപീകരിച്ച 3-അംഗ സമിതിയുടെ അന്വേഷണത്തിന് പുറമെയാണിത്. സൌരോർജ്ജ വേലിയിൽ നിന്നും ഷോക്കേറ്റാണ് കാട്ടാന ചരിഞ്ഞത് എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. സംഭവവുമായി ബന്ധപ്പെട്ട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ലഭിച്ച പരാതിയിലെ ആരോപണങ്ങൾ കൂടി പരിഗണിച്ചാണ് സമഗ്രമായ അന്വേഷണം നടത്താൻ തീരുമാനിച്ചത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്ന തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളുടെ മേഖലാ അവലോകന യോഗം വ്യാഴാഴ്ച തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. ജില്ലകളിൽ പുരോഗമിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തി തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനാണ് യോഗം ചേരുന്നത്. മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി തുടങ്ങിയവർ പങ്കെടുക്കും. കെപിസിസി അധ്യക്ഷനായി സണ്ണി ജോസഫ് എംഎൽഎ ചുമതലയേറ്റു. മുൻ അധ്യക്ഷൻ കെ സുധാകരൻ സണ്ണി ജോസഫിന് ചുമതല കൈമാറി. കെപിസിസി വർക്കിംഗ് പ്രസിഡന്റുമാരായി പി സി വിഷ്ണുനാഥ്, എ പി അനിൽകുമാർ, ഷാഫി പറമ്പിൽ എന്നിവരും യുഡിഎഫ് കൺവീനറായി അടൂർ പ്രകാശ് സ്ഥാനമേറ്റു. തിരുവനന്തപുരത്ത് കെപിസിസി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ എഐസിസി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, ശ്രീ രമേശ് ചെന്നിത്തല, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. മലപ്പുറം ജില്ലയിൽ നിപ ബാധിച്ച രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട 2 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇതോടെ 49 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. പ്രധാന വാർത്തകൾ വീണ്ടും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാത്രി 8 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ രാവിലെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. പാകിസ്ഥാനെതിരെയുള്ള പ്രത്യാക്രമണത്തിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങൾ ഉൾപ്പെടെ മികവ് പുലർത്തിയതായി സൈന്യം. രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാന ക്ഷമതയുടെ തെളിവാണിതെന്നും സൈനിക വൃത്തങ്ങൾ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 14 വർഷത്തെ ടെസ്റ്റ് ക്രിക്കറ്റ് കരിയറിന് വിരാമമിട്ട് ഇന്ത്യൻ ബാറ്റിംഗ് വിസ്മയം വിരാട് കോഹ്ലി. കാസർകോട് ദേശീയപാതയിൽ മണ്ണിടിച്ചിലിൽ ഒരു തൊഴിലാളി മരിച്ച സംഭവത്തിൽ അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകി മന്ത്രി എ കെ ശശീന്ദ്രൻ.
സ്കൂളുകൾ അനധികൃതമായി പ്ലസ് 1 പ്രവേശനം നടത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45-ന്.